ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കുമ്മിൾ പഞ്ചായത്തിൽ കുന്നിൽക്കട എന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന പ്രവാസിയായിരുന്ന രവീന്ദ്രൻപിള്ള ചേട്ടൻ്റെ തോട്ടത്തിലാണ്. ചേട്ടനോട് തന്നെ നമുക്കിതിനെക്കുറിച്ച് ചോദിച്ചറിയാം. ഞങ്ങൾ 35 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2022 ജനുവരി ഞങ്ങൾ തിരിച്ച് വന്നു. പെർമനൻ്റായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തു. അപ്പം ഞങ്ങൾക്ക് 2-3 ഏക്കർ സ്ഥലം ഉണ്ട്. അപ്പം അതിൽ ആദ്യം റബ്ബറായിരുന്നു. അപ്പം റബ്ബർ മുറിച്ചതിന് ശേഷം പിന്നെ വീണ്ടും റബ്ബർ തന്നെ റീപ്ലാന്റ് ചെയ്യുന്നതിനൊക്കെ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന ഒരു എന്തെങ്കിലും വിളകൾ കൃഷി ചെയ്യണമെന്ന് ഉള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞത്. കുറച്ച് കശുമാവ് ഉണ്ട്. അത് ഇപ്പോൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഈൽഡൊന്നും അതിന് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു ഏക്കർ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുകയും ചെയ്തു. ഡ്രാഗൺ ഫ്രൂട്ട് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഗൾഫിൽ വെച്ച് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടേസ്റ്റ് അന്ന് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് അവൈലബിൾ ആണ്. അപ്പോൾ പലരും കൃഷി ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പം പൊതുവേ ഈ കൃഷി ചെയ്യുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തു. ഡ്രാഗൺ ഫ്രൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം ഈ പഴമെന്ന് പറഞ്ഞാൽ നല്ല പോഷക സമ്പന്നമായ ഒരു ഫ്രൂട്ടാണെന്നാണ് പൊതുവെ പറയുന്നത്. പിന്നെ വിറ്റാമിൻ എയും സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ വളരെ ഫലപ്രദമാണെന്നാണ് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻസിന് നല്ലതാണ്. പിന്നെ ഈ വിളർച്ച രോഗമുള്ളവർക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ വളരെ നല്ലൊരു പഴമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ ഇത് പെട്ടെന്ന് കേടാവില്ല, കഴിക്കാനും എളുപ്പമാണ്. പിന്നെ ഒരു 10 ദിവസം വരെയൊക്കെ പുറത്ത് തന്നെ എങ്ങനെ കേടാവാതിരിക്കും. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിലും 1 മാസത്തിൽ കൂടുതൽ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഈ ഫ്രൂട്ട് നടാനുള്ള ഒരു പ്രചോദനമാണ്. ഇത് നടുന്നത് ഇതിൻ്റെ മുറ്റിയ തണ്ടുകൾ വെട്ടിയാണ് നടുന്നത്. മുറ്റിയെന്ന് പറഞ്ഞാൽ ഏകദേശം 3 വർഷം പഴക്കമായ തണ്ട് ആണ് നടാൻ വേണ്ടി എടുക്കുന്നത്. അത് കാച്ച തണ്ട് ഇങ്ങനെ ഒരടി നീളത്തിന് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു പോസ്റ്റ്, കോൺക്രീറ്റ് പോസ്റ്റ് 4 ഇഞ്ച് സ്ക്വയറിലുള്ള ഒരു നല്ല കമ്പിയൊക്കെ റീഇൻഫോഴ്സ് ചെയ്ത ഒരു പോസ്റ്റിൻ്റെ 4 ചുറ്റിനും ഓരോ തണ്ട് നടാം. അത് 2 നടാം. വേര് പിടിപ്പിച്ച് നടാം, അല്ലാതെ വേര് പിടിപ്പിക്കാതെ വേണമെങ്കിൽ ഇതിൻ്റെ മുറ്റത്തിന് നട്ട് കഴിഞ്ഞാൽ അതിന് പൊടിച്ച് വന്നോളും. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്രൂട്ടിന് പൊതുവെ നല്ല ടേസ്റ്റാണ്. രാസവളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ അപ്പം അതുകൊണ്ടുള്ള വേറെ വെച്ചാൽ കായ്ക്ക് അല്പം വലിപ്പം കുറവായിരിക്കും. എന്നാലും പൊതുവെ രാസവളം ഉപയോഗിക്കുന്നതിന് നല്ല ടേസ്റ്റായിരിക്കും. ഈ പൂവ് രാത്രിയാണ് ഇത് വിരിയുന്നത്. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ വിരിയും. എന്നിട്ട് രാവിലെ അതങ്ങ് ക്ലോസ് ആവും. അപ്പം ഇതാണ് ഇതിൻ്റെ പൂ. ഇതിപ്പോൾ ഇന്നലെ വിരിഞ്ഞ പൂവാണ്. ഇന്നിപ്പോൾ രാവിലെ 8 മണിയായപ്പോൾ അത് കൂമ്പി. അപ്പം ഇതിനകത്തുള്ള ഇത് ആണ് ഇതിൻ്റെ പെൺപൂവ്. ഇതെല്ലാം ഇതാണ് പൂമ്പൊടി. ഇതിനകത്താണ് പൂമ്പൊടി ഉള്ളത്. ഈ പൂമ്പൊടി ഇതിൽ വന്നാൽ മാത്രമേ ഈ ഭാഗമാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഇതിപ്പം നമ്മളിപ്പം ഇത് സാധാരണ തുമ്പികളൊക്കെ ഉണ്ടെങ്കിൽ പോളിനേഷൻ നടന്നോളും.
ഇതിൽ നിന്ന് പൂമ്പടിയിലേക്ക് തിരികെ വന്നുണ്ട്. നമ്മൾ പിന്നെ മാനുവലായിട്ട് വേണമെങ്കിൽ പോളിനേറ്റ് ചെയ്യാം. പക്ഷേ ഈ വെറൈറ്റി അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് ഫ്രൂട്ട് ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത്തിരി ഭാഗം കഴിയും ഇങ്ങനെ പോകും. ഇതാണത് തിരിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് 28 ദിവസം ആകുമ്പോൾ തന്നെ അത് പഴുത്ത് പറിക്കാറാകും. നല്ല വെയിലുണ്ട്. വെയിലില്ല, മഴയൊക്കെ ആണെങ്കിൽ കുറച്ച് റംബൂട്ടാനാണ്. റംബൂട്ടാൻ ഇതും ചുവന്ന കളറാണ്. വേറെ മഞ്ഞയും ഉണ്ട്. 2-3 ടൈപ്പ് ഉണ്ട്. ഇത് N18 നല്ല പഴമാണ്. അതിൻ്റെ കുരു ചെറുതാണ്. ഇങ്ങനെ പല പഴവർഗ്ഗങ്ങളും നട്ട് വളർത്തുന്നുണ്ട്. പിന്നെ ഉള്ളത് പ്ലാവ്, മാവ് അതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ചെറിയൊരു എഴുത്തുകാരി കൂടിയാണ്. ഒരു കഥാസമാഹാരവും ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥാസമാഹാരത്തിൻ്റെ പേര് മണൽക്കാറ്റിൽ അടരാത്ത മഞ്ഞപ്പൂക്കൾ എന്നാണ്. ഒരു 24 കഥകളുടെ സമാഹാരമാണ്. പിന്നെ കവിത അല്ലിത് ഹൃദയമാണ് എന്ന ഒരു കവിതാ 52 കവിതകളുടെ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നാട്ടിൽ വന്നിട്ട് അത് ശരിക്കും നടക്കുന്നില്ല. ഒരു കൊന്നക്കമ്പാണ്. കൊന്നക്കമ്പ് നട്ടിട്ട് അതിൻ്റെ മുകളിൽ ശിഖരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ടയർ വെച്ചിട്ട് അതിൽ കൂടെപ്പെടുത്തിയിട്ട് ഇത് നല്ല കായ്ക്കുന്നുണ്ട്. ഇപ്പം ഈ വർഷം തന്നെ ഇപ്പം ഇതിപ്പോൾ 2 വർഷമായത്. നമുക്ക് 10-12 കായ് ഇതിന് കിട്ടി. ഇപ്പം തന്നെ 10-15 ഉണ്ട് ഇതിൽ. അപ്പം ഇങ്ങനെ വീട്ടിലിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം. നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിന് മല്ലു ട്രാവൽ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രാഗൺ ഫ്രൂട്ട് ആവശ്യമുള്ളവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.